നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം കൊല്ലവർഷം 1201 വൃശ്ചിക മാസത്തിൽ ഓരോ രാശിക്കൂറുകാർക്കും ഉണ്ടാകുന്ന സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. മറ്റൊരു വീഡിയോയിൽ ഞാൻ സൂര്യ സംക്രമ ഫലത്തെ അവതരിപ്പിച്ചിരുന്നു. അതിൽ വളരെയേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ പോകുന്ന ഒരു മാസത്തെ ഫലവും രാജ്യത്തെയും ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളും ഒക്കെ വിശദമായിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ ശനിയുടെ സ്തംഭനാവസ്ഥയെ കുറിച്ച് പറയുന്നുണ്ട്. ആ വീഡിയോയും അതിവിശേഷപ്പെട്ടതാണ്, അതും കാണുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്ന വീഡിയോ കൊല്ലവർഷം 1201 വൃശ്ചിക മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ഓരോ രാശിക്കൂറുകാർക്കും ഫലങ്ങൾ എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് കാലം അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. നിയമപ്രശ്നങ്ങളിലൊക്കെ കുരുങ്ങിക്കിടന്ന ചില വിഷയങ്ങളൊക്കെ അനുകൂലമായിട്ട് സംഭവിക്കുന്നതാണ്. അനുകൂലമായിട്ടുള്ള തീർപ്പുകൾ ഉണ്ടാകാം. ശത്രുപീഡയൊക്കെ കുറയുന്നുണ്ട്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയേറെ നല്ല മാസമാണിത്. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ആധുനികമായിട്ടുള്ള ടെക്നോളജി രംഗത്ത് പഠനം നടത്തുന്നവർക്കും ഗവേഷണം നടത്തുന്നവർക്കും ഒക്കെ വളരെയേറെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്തും അതുവഴി അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാഹചര്യമുണ്ട്. കുടുംബത്തിലൊക്കെ സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഉണ്ടാകാൻ സാഹചര്യം ഉണ്ടാകും. ഭൂമി വാങ്ങുന്നതിനും ലോണുകളൊക്കെ ആഗ്രഹിച്ച് ലഭിക്കുന്നതിനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. സർക്കാർ സംബന്ധമായിട്ടുള്ള കേസുകൾ, വിഷയങ്ങൾ എന്നിവയൊക്കെ കൈകാര്യം ചെയ്യുന്നവർക്ക് വിജയം കൈവരുന്നതാണ്. പുതിയ പഠനങ്ങൾക്കൊക്കെ ആയിട്ട് വിദേശത്തും സ്വദേശത്തും അവസരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. നല്ല ഫലത്തെ ലഭിക്കും. ഗൃഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അനുകൂല സമയമാണ്. ഭൂമി വാങ്ങുന്നതിലും വിൽക്കുന്നതിലും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ മേടക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് കഫ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ ഉദരവ്യാധികളും മലബന്ധവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. കരുതലെടുക്കേണ്ടതാണ്. മേടക്കൂറുകാർ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശിവന് ജലധാര നടത്തുക, ദേവിക്ക് നിവേദ്യം നടത്തുക എന്നിവയൊക്കെ ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ശാരീരികമായി പുഷ്ടി വർദ്ധിപ്പിക്കാനും ആരോഗ്യകാര്യങ്ങളിൽ പൊതുവെ ശ്രദ്ധ ചെലുത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. പൊതുവെ ഇടവക്കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ഔദ്യോഗിക രംഗങ്ങളിലും ഉന്നതി ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവരുടെ സഹായ സഹകരണത്താൽ വിദേശത്തൊക്കെ പോകുന്നതിനും പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്നതിനും അവസരങ്ങൾ ഉണ്ടാകും. മത്സര പരീക്ഷകളിലും അഭിമുഖങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അല്പം മന്ദത അനുഭവപ്പെട്ടേക്കാം. വ്യവസായ സംബന്ധിയായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്നതിനും പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനും ഒക്കെയുള്ള അവസരങ്ങൾ വന്നു ചേരും. വീട്, വാഹനം, സ്ഥലം എന്നിവ വാങ്ങുന്നതിനുള്ള അവസരങ്ങൾ വന്നു ചേരും. വീടിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വീട്ടുപകരണങ്ങളും ഒക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അതേപോലെ തന്നെ പല വിധത്തിലുള്ള ദ്രവ്യ സ്വത്തുക്കളൊക്കെ വീട്ടിലേക്ക് സംഭരിക്കുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ആചാര്യസ്ഥാനങ്ങളും നേതൃസ്ഥാനങ്ങളും ഒക്കെ വഹിക്കാൻ ഇടവക്കൂറുകാർക്ക് സാഹചര്യങ്ങൾ ഉണ്ടാകും. സംഘടനകൾ, പൊതുസേവന രംഗങ്ങൾ എന്നീ മേഖലകളിലൊക്കെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കാലം അനുകൂലമാണ്. അംഗീകാരങ്ങളും ആദരവും ലഭിക്കാം. കൂടാതെ കളത്രത്തിന് നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽ ലാഭത്തിനും ഒക്കെ അനുകൂല സമയമാണ്. ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ കലാകാരന്മാർക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതേപോലെ തന്നെ കായിക രംഗത്തുള്ളവർക്കും ഇടവക്കൂറുകാർ ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്കാണ് വഴിപാടുകൾ ചെയ്യേണ്ടത്. മഹാവിഷ്ണു പ്രീതിയും ദേവി പ്രീതിയും വരുത്തുന്നതും ഉത്തമമാണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ കൊല്ലവർഷം 1201 വൃശ്ചിക മാസത്തെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർന്നത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗം വിപുലീകരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നല്ല അഭിവൃദ്ധിയും ഉണ്ടാകും. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലും വളരെയേറെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. യന്ത്രങ്ങളിൽ നിന്നും ഏജൻസി ഇടപാടുകളിൽ നിന്നും
മെഡിക്കൽ രംഗത്തു നിന്നുമൊക്കെ ധനലാഭം ഉണ്ടാകുന്നതാണ്. യുവജനങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനും അതിനു വേണ്ട ധനം സമാഹരിക്കുന്നതിനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. കുടുംബ സൗഖ്യം ഉണ്ടാകും. സർപ്പങ്ങളുടെ പ്രീതി ലഭിക്കുന്നതാണ്. സർപ്പക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അനുകൂലപ്രദമായിട്ടുള്ള സമയമാണ്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും മറ്റും കാലോചിതമായി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പങ്കാളികൾക്കും പൊതുവെ ഐശ്വര്യം ഉണ്ടാകുന്ന സമയമാണ്. സന്താനപ്രാപ്തി ആഗ്രഹിക്കുന്നവർക്കും സന്താന ഭാഗ്യം ലഭിക്കുന്നതാണ്. പരാജയപ്പെട്ട പരീക്ഷാ വിജയങ്ങളിലും ഒക്കെ മുടങ്ങിക്കിടന്ന കാര്യങ്ങളിലുമൊക്കെ പുനർവിജയം നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ചില യാത്രകളൊക്കെ മാറ്റിവെക്കേണ്ട സാഹചര്യങ്ങളും വരാം. മിഥുനക്കൂറുകാർ ദോഷശാന്തിക്കായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, ശ്രീകൃഷ്ണന് പാൽപ്പായസം വഴിപാട് നടത്തുക. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചികമാസം എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം കൂടെ ഉണ്ടാകും. എന്നിരുന്നാലും സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളാണ് അനുഭവത്തിലെത്തുക. ധനസംബന്ധമായും ആരോഗ്യപരമായും അല്പാൽപം ദുരിതാനുഭവങ്ങൾ ഉണ്ടാകാം. മുട്ട, കാല്, ചെവി എന്നീ അവയവങ്ങൾക്ക് അല്പം ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. മനസ്സമാധാനത്തിൽ ഇടവിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും സന്താനങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ സന്തോഷാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ വിജയം, വിദേശയാത്രാ വിജയം, പുതിയ പഠനങ്ങൾക്ക് വേണ്ട അനുകൂലാവസ്ഥകൾ എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നവർക്ക് ചില തടസ്സങ്ങളും ഉണ്ടാകാം. എന്നിരുന്നാലും അത്തരം കാര്യങ്ങളൊക്കെ ആശയവിനിമയത്തിലൂടെ പരിഹരിക്കപ്പെടുന്നതുമാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവോ ലഭിക്കാം. വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും പഠനത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. സർപ്പങ്ങളുടെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്നതാണ്. ദോഷപരിഹാരമായി കർക്കിടകക്കൂറുകാർ സർപ്പപ്രീതിയാണ് വരുത്തേണ്ടത്. കൂടാതെ ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, കുടുംബ ദേവതാ സ്ഥാനങ്ങളിൽ ദർശനം നടത്തുക, ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക. ദോഷങ്ങൾ ഇല്ലാതാകും. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചികമാസം എങ്ങനെയുണ്ടാകുമെന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാല് എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം. ഇടവിട്ട് തലവേദനയൊക്കെ വരുന്നവർ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. അമിത ചിന്തകളൊക്കെ ചിലപ്പോൾ അലട്ടിയേക്കാം. എന്നിരുന്നാലും ചിങ്ങക്കൂറുകാർക്ക് വരുന്ന വൃശ്ചിക മാസം പൊതുവെ അനുകൂലപ്രദമാണ്. പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും ആദരവും ഒക്കെ ലഭിക്കാം. വിദ്യാഭ്യാസ കാര്യങ്ങളിലും തൊഴിൽ കാര്യങ്ങളിലും അല്പം ചില മങ്ങലൊക്കെ ഉണ്ടായേക്കാം. എന്നിരുന്നാലും തൊഴിലിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കുന്നതുമാണ്. വീട് നിർമ്മാണമൊക്കെ നടത്തുന്നവർക്കും അല്പം ചില മങ്ങലുകൾ ഉണ്ടായേക്കാം. പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അല്പം ചില കാലതാമസവും ഉണ്ടായേക്കാം. എന്നാൽ ബന്ധുബലം വർദ്ധിക്കുന്നതാണ്. ശത്രുദോഷമൊക്കെ ഇല്ലാതാകുന്നതാണ്. ആതുര സേവന രംഗം, നിയമരംഗം, പൊതുപ്രവർത്തന രംഗം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ചിങ്ങക്കൂറുകാർക്ക് വളരെയേറെ അനുകൂല സമയമാണ്. കിടപ്പ് രോഗികൾക്ക് ആശ്വാസം ലഭിക്കാൻ ഈ മാസം സാഹചര്യം ഉണ്ടാകുന്നതാണ്. പണം കിട്ടാനുള്ളവർക്ക് അത് വലിയ താമസം കൂടാതെ കിട്ടുന്നതാണ്. എന്നാൽ സർക്കാർ സംബന്ധമായിട്ടുള്ള ചില ആനുകൂല്യങ്ങൾക്ക് മങ്ങൽ ഉണ്ടായേക്കാം. ഭൂമി സംബന്ധമായി ചില നിയമപ്രശ്നങ്ങളൊക്കെ വന്നു ചേരാം. എന്നിരുന്നാലും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമാണ്. ചിങ്ങക്കൂറുകാർ ശ്രീ വരാഹമൂർത്തിക്ക് അർച്ചന ചെയ്യുക. വരാഹ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുക. വരാഹ മന്ത്രങ്ങൾ ചൊല്ലുക. അതേപോലെ തന്നെ കുടുംബ ദേവതാ ക്ഷേത്രത്തിലും സർപ്പക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ടിന്റെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് നല്ല വിവാഹ ബന്ധമൊക്കെ ലഭിക്കുന്നതാണ്. വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം പ്രതീക്ഷിക്കാതെ ധനാഗമം ഉണ്ടാകുന്നതാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാലഘട്ടമാണിത്. ഔദ്യോഗിക രംഗത്ത് ഉന്നതി ഉണ്ടാകുന്നതാണ്. എന്നാൽ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ ചെയ്യേണ്ടതാണ്. പ്രതീക്ഷിക്കാത്ത ധനലാഭവും ലഭിച്ചേക്കാം. കലാരംഗത്ത്, പ്രത്യേകിച്ച് സംഗീത രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലധികം നേട്ടങ്ങൾ ലഭിക്കാം. എഞ്ചിനീയറിംഗ്, അച്ചടി മേഖല, കമ്പ്യൂട്ടർ മേഖല എന്നീ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വിജയത്തിന് അനുകൂലമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും വന്നു ചേരുന്നതാണ്. വീട് നിർമ്മാണത്തിന് ധനസമാഹരണം നടത്താൻ ഉദ്ദേശിക്കുന്നവർക്ക് ധനലാഭം ഉണ്ടാകുന്നതാണ്. സർക്കാരിൽ നിന്നുള്ള ആദായങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. ജീവിത പങ്കാളിക്ക് ഉദ്യോഗപരമായി സ്ഥാനമാറ്റങ്ങളും സ്ഥലം മാറ്റങ്ങളും ഒക്കെ അനുകൂലമായിട്ടുള്ള രീതിയിൽ ലഭിക്കുന്നതാണ്. മുതിർന്നവരായിട്ടുള്ള കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ നിർലോഭമായി ലഭിക്കുന്നതാണ്.
കലാകാരന്മാർക്കും പൂർണ്ണമായും അനുകൂല സമയമാണ്. കന്നിക്കൂറുകാർ ദോഷപരിഹാരമായി മഹാവിഷ്ണുവിനെയാണ് പ്രീതിപ്പെടുത്തേണ്ടത്. ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽപായസം വഴിപാട് നടത്തുക, കൂടാതെ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചിക മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കൂടാതെ കർമ്മപുഷ്ടി, കാര്യലാഭം എന്നിവയ്ക്കും സാഹചര്യങ്ങളുണ്ട്. വിദേശത്തൊക്കെ തൊഴിൽ നേടാൻ അവസരങ്ങൾ കാത്തിരിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നല്ല സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. വീട് പണിയൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിവാഹമാലോചന നടക്കുന്നവർക്ക് വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഉന്നത പഠനമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് നല്ല രീതിയിൽ അത് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഉദ്യോഗമൊക്കെ അന്വേഷിച്ചിരിക്കുന്നവർക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതാണ്. ഭൂമി, കച്ചവട കാര്യങ്ങൾ, വാഹനം എന്നീ കാര്യങ്ങളിലൂടെ ധനലാഭം ഉണ്ടാകുന്നതാണ്. ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. പൊതുവെ തുലാക്കൂറുകാർക്ക് കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ കഴിയുന്ന മാസമാണ്. മത്സര പരീക്ഷ, അഭിമുഖ പരീക്ഷ എന്നിവയിലൊക്കെ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. ഇതിലൊക്കെ ശോഭിക്കാൻ തുലാക്കൂറുകാർക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ചില സന്താന സംബന്ധിയായിട്ടുള്ള മാനസിക പ്രശ്നങ്ങളും അലട്ടിയേക്കാം. വാഹനം, വ്യവസായം തുടങ്ങിയ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നേട്ടങ്ങൾ കൈവരിക്കാൻ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ്. കോടതി സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്ക് അനുകൂല വിധികൾ ഉണ്ടാകുന്നതാണ്. മുടങ്ങിക്കിടന്നതോ പുതിയതോ ആയ സംരംഭങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനുള്ള സാധ്യതകൾ വരുന്നതാണ്. മഹാവിഷ്ണു, ശിവൻ, ഇഷ്ടദേവത എന്നീ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക. തുലാക്കൂറുകാർക്ക് ദോഷങ്ങൾ ഇല്ലാതാകുന്നതാണ്. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചിക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് തൊഴിൽ, വിവാഹം എന്നീ കാര്യങ്ങളിലൊക്കെ നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗം പൊതുവെ പുഷ്ടിപ്പെടുത്താണ്. പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അത് കുറഞ്ഞു കിട്ടുന്നതാണ്. കഴിവതും വൃശ്ചികക്കൂറുകാർ രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുക. ഭൂമി വിൽക്കുന്നതിലും വാങ്ങുന്നതിലുമൊക്കെ നേട്ടങ്ങൾ കൈവരുന്നതാണ്. വീട്ടിലെ ഗൃഹ അന്തരീക്ഷം മധ്യമമാണ്. സുഖദുഃഖ സമ്മിശ്ര ഫലങ്ങളൊക്കെ ഉണ്ടായേക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ രംഗം, പൊതുസേവന രംഗം, വൈദ്യശാസ്ത്ര രംഗം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള കാലമാണ്. എന്നിരുന്നാലും ആരോഗ്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പ്രതീക്ഷിക്കാതെ പ്രമോഷൻ തൊഴിലിൽ വന്നു ചേരുന്നതാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ രക്ഷിതാക്കളായിട്ടുള്ള വൃശ്ചികക്കൂറുകാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. കൃഷി കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വൃശ്ചികക്കൂറുകാർക്ക് തൽക്കാലം അനുകൂലാവസ്ഥയല്ല. ദോഷപരിഹാരമായി മുരുകസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പഞ്ചാമൃതം വഴിപാടായി നടത്തുക, ദേവിക്ക് കുങ്കുമാർച്ചന നടത്തുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചികമാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാല എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങൾക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളുടെ തൊഴിൽ കാര്യങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും നല്ലതാണ്. പൂർണ്ണമായിട്ടും അവർക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. അതേപോലെ തന്നെ ഗവേഷണം പോലെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. എന്നാൽ ഉദരസംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കാം. ദൈവാധീനമൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. യാത്രകൾ മൂലം നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ പൊതുവിൽ തൊഴിൽ രംഗത്ത് ലഭിക്കുന്നതാണ്. പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ അവസരങ്ങൾ ലഭിക്കും. പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. ധനം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ താൽക്കാലികമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഗുരുക്കന്മാരുടെ പ്രീതി വരുത്തേണ്ടതാണ്. അവരുടെ അനുഗ്രഹം നിർബന്ധമായിട്ടും തേടേണ്ട മാസമാണ്. കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ധനുക്കൂറുകാർക്ക് കൂടുതൽ മേന്മ ലഭിക്കുന്നതാണ്. ദോഷശാന്തിക്കായി ധനുക്കൂറുകാർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പാൽപായസം വഴിപാടായി ചെയ്യുക. കൂടാതെ നരസിംഹമൂർത്തിക്ക് പാനകം വഴിപാട് നടത്തുന്നതും ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദോഷത്തെ ഇല്ലാതാക്കും. ഇനി നമുക്ക് മകരക്കൂറുകാർക്ക് കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചികമാസം എങ്ങനെ ഉണ്ടാകും എന്ന് പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷം ഉണ്ടാകുന്നതാണ്.
വിദ്യാർത്ഥികളായിട്ടുള്ള മകരക്കൂറുകാർക്ക് വിദ്യാ വിജയത്തിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. തൊഴിൽ അന്വേഷിക്കുന്ന മകരക്കൂറുകാർക്കും വളരെയേറെ നേട്ടങ്ങളും തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. വ്യാപാര വ്യവസായങ്ങളിൽ ഉണ്ടായ നഷ്ടം പരിഹരിക്കാൻ ഈ മാസം ഒട്ടൊക്കെ സാധിക്കുന്നതാണ്. കർമ്മരംഗത്ത് ചില വിവാദ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ ഒന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്നതിനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ കാര്യങ്ങളൊക്കെ പുഷ്ടിപ്പെടുന്നതാണ്. ഗൃഹോപകരണങ്ങൾ, ആഭരണങ്ങൾ എന്നിവയൊക്കെ വാങ്ങുന്നതിനുള്ള സാമ്പത്തിക സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ്. വീട് നന്നാക്കുന്നതിന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സന്താന പ്രാപ്തിക്ക് ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന തർക്കങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്നതാണ്. അപ്രതീക്ഷിതമായി സ്ഥാനക്കയറ്റമൊക്കെ ലഭിക്കുന്നതാണ്. ചെറുകിട വ്യാപാരികൾ, കുടിൽ വ്യവസായം നടത്തുന്നവർ, വാഹന സംബന്ധമായിട്ടുള്ള വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർ എന്നിവർക്കൊക്കെ കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. കൂടാതെ കലാകാരന്മാർക്കും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്കും സാമ്പത്തികമായി അഭിവൃദ്ധി കൈവരുന്നതാണ്. ബിസിനസ്സിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. എന്നിരുന്നാലും ഇടവിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. പ്രായമായിട്ടുള്ളവർ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അതിൽ ഡോക്ടറെ കണ്ട് കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. ദോഷപരിഹാരത്തിനായി മകരക്കൂറുകാർ ശനീശ്വരന് നീരാഞ്ജനം, എള്ളുപായസം എന്നിവ വഴിപാടായി നടത്തുക. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന വൃശ്ചികമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കുന്ന കാര്യത്തിലൊക്കെ കാലതാമസവും തടസ്സങ്ങളും നേരിട്ടേക്കാം. തൊഴിൽ രംഗത്തും അല്പം ചില മ്ലാനതകളൊക്കെ ഉണ്ടായേക്കാം. ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. മുടങ്ങിക്കിടന്നിരുന്ന ഭൂമി ഇടപാടുകളൊക്കെ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ വിവാഹം മുടങ്ങിക്കിടന്നവർക്കും വിവാഹ അനുകൂല സമയമാണ്. ഉദ്യോഗത്തിൽ മേന്മയും ഉദ്യോഗ കയറ്റവും ഉണ്ടാകുമെങ്കിലും പ്രതീക്ഷിക്കുന്ന സമയത്തിൽ ലഭിക്കണമെന്നില്ല. കലാ, സാഹിത്യം, സംഗീതം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കുംഭക്കൂറുകാർക്ക് അല്പം മാന്ദ്യം ഉണ്ടായേക്കാം. ഇങ്ങനെയുള്ളവർക്ക് അല്പം സാമ്പത്തിക മാന്ദ്യവും പ്രതീക്ഷിക്കേണ്ടതാണ്. സന്താനങ്ങൾക്ക് വിദേശ യാത്രയ്ക്കൊക്കെയുള്ള യോഗം ഉണ്ടാകാം. കുടുംബദേവതയുടെ ചൈതന്യം വർദ്ധിക്കുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരിൽ നിന്ന് അനുമോദനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. പൊതുരംഗത്തുള്ളവർ എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. ബന്ധുക്കൾ വഴിയും ശത്രുക്കൾ വഴിയുമുള്ള ഉപദ്രവങ്ങൾ ക്രമേണ മാറി പോകുന്നതാണ്. ഗൃഹനിർമ്മാണം, ഭൂമി വാങ്ങൽ എന്നിവയ്ക്ക് കാലം അനുകൂലമാണ്. പൊതുവെ സാമ്പത്തിക ഇടപാടുകൾ ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക. ദോഷങ്ങൾ ഇല്ലാതാക്കാൻ ശാസ്താവിന് വഴിപാടുകൾ ചെയ്യുക. ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്യുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചിക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്തരട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് പൂർവികരുടെയും കുടുംബദേവതകളുടെയും ഒക്കെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. വീട്, വാഹനം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ്. ഗൃഹത്തിൽ നല്ല സമാധാന അന്തരീക്ഷം കൈവരുന്നതാണ്. എന്നാൽ മീനക്കൂറിൽ ശനി ഉള്ളത് കൊണ്ട് തന്നെ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. രോഗദുരിതങ്ങൾക്ക് ഇടവിട്ട് കാരണമാകുന്നതാണ്. മുൻ ബാധ്യതകളൊക്കെ തന്നെ കഠിന ശ്രമത്താലും ദൈവാധീനം മൂലവും ഒക്കെ മാറ്റിയെടുക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹ സംബന്ധമായി ആലോചനകളൊക്കെ നടക്കുന്നവർക്ക് ഇത് അനുകൂല മാസമാണ്. മുടങ്ങിയ പല കാര്യങ്ങളും അനുകൂലമായി വരുവാൻ സാഹചര്യമുണ്ടാകും. സർക്കാർ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലങ്ങളൊക്കെ ലഭിക്കുന്നതിന് അല്പം കുറവുകൾ വന്നേക്കാം. എന്നിരുന്നാലും പരിശ്രമത്താൽ അവയൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. പൊതുരംഗത്തുള്ളവർക്ക് വേണ്ടത്ര അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. നിയമപാലകർ, ഉയർന്ന ഉദ്യോഗസ്ഥർ, ഡോക്ടർ, എഞ്ചിനീയർ തുടങ്ങി അധികാര സ്ഥാനത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നതാണ്. സാമ്പത്തിക നില മീനക്കൂറുകാർക്ക് മെല്ലെ മെല്ലെ മെച്ചപ്പെടുന്നതാണ്. ഇഷ്ടമുള്ള സംരംഭങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ വിജയം കൈവരിക്കുന്നതാണ്. ദോഷപരിഹാരമായി മഹാവിഷ്ണുവിന് പാൽപായസം നടത്തുക. കുടുംബ ദേവതാ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തുക. സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ശക്തിയുക്തം വഴിപാടുകൾ ചെയ്യുക. 12 രാശിക്കൂറുകാരുടെയും കൊല്ലവർഷം 1201 ആണ്ട് വൃശ്ചിക മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെയാണ് പറഞ്ഞത്. അടുത്ത ദിവസം അതിപ്രധാനപ്പെട്ട ഒരു വീഡിയോ വരുന്നുണ്ട്. ശനി സ്തംഭനാവസ്ഥയിലാണ്, അതിന്റെ കാര്യങ്ങളെ പറയുന്നുണ്ട്. വീഡിയോകൾ കാണുക, പ്രോത്സാഹിപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.